ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എള്ളുണ്ടൊക്കെ ഉണ്ടാക്കില്ല അതേപോലത്തെ ഒരു റെസിപ്പിയാണ്. ഞാനൊരു എള്ളുണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സെയിൽ ചെയ്യാനൊക്കെ പറ്റി, വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആ ആൾ തന്നെയാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. ഒരു 3 റെസിപ്പി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു റെസിപ്പി ഇതാണ്. ഒരു 3 മാസം ഇരിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ 3 മാസം ഒന്നും ഇതാക്കണ്ട, 45 ദിവസം ഒന്ന് എഴുതിയാൽ മതി സ്റ്റിക്കർ മേൽ. അപ്പോൾ അതിനായിട്ടൊരു 500 ഗ്രാം, 1/2 കിലോ ഗോതമ്പും, ഒരു 150 ഗ്രാം ചെറുപയറും നന്നായി കഴുകി ഉണക്കിയതാണ്. അപ്പോൾ അത് നന്നായി വറുത്തെടുക്കണം രണ്ടും. പിന്നെ ഒരു 1/2 കിലോ പഞ്ചസാര. 1/2 കിലോ വേണ്ട, ശരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര മധുരമായി. ഒരു 450 ഗ്രാം മതി. ശരിക്കും ഒരു 50 ഗ്രാം കുറച്ചെടുക്കുക നല്ലത്. ആൾ പറഞ്ഞത് 1/2 കിലോ വേണമെന്നാണ്. അത് നന്നായി പൊടിക്കണം. പഞ്ചസാര നന്നായി പൊടിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഗോതമ്പ് കുറേശ്ശിട്ടിട്ട് വറുക്കുക. പിന്നെ ഒരുമിച്ചിട്ടിട്ടുണ്ട് ഒരു 500 ഗ്രാം. പിന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായി വറുത്തിട്ട് ഒന്ന് കടിച്ച് നോക്കും, നല്ല പൊട്ടണ പോലെ ഗോതമ്പ് വറുക്കാറില്ല, അതുപോലെ തന്നെ ചെറുപയറും നന്നായി വറുത്തെടുക്കുക. അത് നല്ലൊരു മണം വരും ചെറുപയറിൻ്റെ. അപ്പോൾ പൊടിച്ചാൽ പിന്നെ നമ്മളിതൊന്നും ചെയ്യണില്ലല്ലോ, അപ്പോൾ നന്നായി വറുത്ത് പൊടിക്കാനുള്ളതാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ പഞ്ചസാര തരിയൊന്നും ഇല്ലാണ്ടാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടാറണം, ചെറുപയറും ഗോതമ്പും നന്നായി ചൂടാറണം, മിക്സിയിലിട്ട് പൊടിക്കാനുള്ള. പിന്നെ ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക. എണ്ണ ഒന്നും ഒഴിക്കേണ്ട, വെറുതെ ഒന്ന് വറുത്താൽ മതി. നമ്മൾ ലഡുവിൻ്റെ മുകളിലൊക്കെ വെക്കണ പോലെ ഒന്ന് ഇത് ഒരു പകുതി ആക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് പകുതിയാക്കി എടുക്കുക. നന്നായി തണുത്തതിന് ശേഷം ചെറുപയറും ഗോതമ്പും പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പൊടിയണം. എന്നാലും ചെറിയൊരു തരി ഉണ്ടായാലും കുഴപ്പമില്ല, പൊടിയണം എന്തായാലും. എന്നിട്ട് അതിലേക്ക് ഈ പൊടിച്ച പഞ്ചസാര, നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാര ഇട്ട് എന്നിട്ട് എല്ലാതും മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്യണം, കാരണം എല്ലാതും ഒരേപോലെ ആവണം. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കുപൊടിയും പൊടിച്ചെടുത്തിട്ട് ഇടണം. എന്നിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കുക, ഉടച്ചെടുക്കുക. പിന്നെ ഒരു 250 ഗ്രാം ഡാൽഡ, മെയിനായിട്ട് ഡാൽഡയാണ് ഇതിന് വേണ്ടത്. ഇതൊരു ഉറപ്പുള്ളൊരു മിഠായിയാണ്. മിഠായി എന്നല്ല, ഉണ്ട, എള്ളുണ്ട പോലത്തെ ചെറുപയറും ഗോതമ്പും കൂടിയിട്ടുള്ളവരുണ്ട. സെയിൽ ചെയ്യാൻ പറ്റിയതാണ്. ചെറിയൊരു പൈസ അല്ലേ വരുള്ളൂ, വലിയ വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ഒരു ഉണ്ണിയപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതും ചെയ്യുക. ഉണ്ണിയപ്പമൊക്കെ കൊടുക്കണ പോലെ തന്നെ കടയിലൊക്കെ കൊണ്ടുകൊടുത്താൽ ഒരു ചെറിയ വരുമാനം ആവുമല്ലോ, തീരെ കേട് വരികയല്ല. എന്നിട്ട് ഈ പൊടിച്ച സാധനങ്ങളും 3 ഗോതമ്പും ചെറുപയറും പഞ്ചസാരയും, അത് 3 ഒരു 2-3 ബാച്ചായിട്ട്, ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ മിക്സിയിലിടുക. എന്നിട്ട് ഈ ഉരുക്കി വെച്ച ഡാൽഡ ഉണ്ട്, ഒന്ന് ചൂടാക്കി ആ ചൂടോടുക്കനെ ഈ പൊടിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആവും. നല്ല ചൂട് വേണ്ട ഡാൽഡക്ക്. അതാണ് 3 പ്രാവശ്യമായിട്ട് എടുക്കുന്നത്. ഒരു പ്രാവശ്യം എടുത്ത് ഉണ്ടാക്കിയതിൻ്റെ ശേഷം അടുത്തത് അങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇത് ചൂടാറിയാൽ ഈ ഉരുള പിടിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ആൾ തുറന്നിട്ടാണത് കറക്കണത്. ഞാൻ തുറന്ന് ചെയ്യുമ്പോൾ ആകെ അപ്പുറത്തേക്കൊക്കെ പോവുക, പുറത്തേക്കൊക്കെ പോവുക. എന്നിട്ട് ഉരുള പിടിക്കുന്നുണ്ട. ഒരു വലിയൊരു നെല്ലിക്കട വലുപ്പത്തിൽ ഉരുള പിടിക്കുക. പാക്കറ്റിലൊക്കെ ആകുമ്പോൾ ഒരു 5 എണ്ണമൊക്കെ ആയിട്ടൊരു പാക്കറ്റിലാക്കാമല്ലോ, ചെറിയ പാക്കറ്റിൽ. എള്ളുണ്ട ഉണ്ടാക്കണ പോലെ തന്നെ. എന്നിട്ടൊരു പകുതി
കാഷ്നട്ടില്ലേ ലഡുമലൊക്കെ വെക്കണ പോലെ അത് വെച്ചുകൊടുക്കുക. എന്താ ഉണ്ട പോലെ ആയിണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഇഷ്ടമുണ്ടാകുന്നത്. അപ്പോൾ ചെറിയൊരു മുതൽ മുടക്കിൽ ഒരു വലിയ വരുമാനം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ രണ്ടാമതും ഇതുപോലെ ആ മിക്സിയിലിട്ടിട്ട് പിന്നെ ഞാനാണ് ചെയ്തത്. മിക്സിയിലിട്ടിട്ട് കറക്കി ചൂടുള്ള നെയ്യല്ല ഡാൽഡ ഒഴിച്ച് ഒന്ന് കറക്കിയപ്പോൾ എല്ലാതും ഒപ്പം ഒരേപോലെ ആവണ്ട, എല്ലാവിടെ എത്തണ്ടേ. അതിനാണ് ഇങ്ങോട്ട് ഉരുള പിടിക്കുക. ചൂട് കൊടുക്കണ തന്നെ, ചൂടാറിയിട്ട് ചെയ്യരുത്. പിന്നെ കുറേ കഴിഞ്ഞാൽ ഇത് ആദ്യം സോഫ്റ്റ് പോലെ തോന്നും, പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ഇത് നല്ല ഉറപ്പാവുക. അപ്പോൾ ഒരു 3 മാസമാണ് ആൾ പറയണത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്. പക്ഷേ 3 മാസമൊന്നും എന്തായാലും പറ്റില്ല. നമ്മളൊരു 45 ദിവസം വെച്ചാൽ മതി. സ്റ്റിക്കറുമ്പോൾ 45 ദിവസം അടിച്ചാൽ മതി. നമ്മൾ ചിപ്സും കായവറവും അങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതാക്കില്ല, അതേപോലൊരു ഇത് ചെയ്താൽ മതി. എള്ളുണ്ടൊക്കെ അങ്ങനെ തന്നെ ഞാൻ പാക്കറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. മറ്റു റെസിപ്പിയായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.